ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഏകാദശിയാണ് വരാൻ പോകുന്നത്. പാപമോചിനി ഏകാദശി വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. പാരണാസമയത്തിൻ്റെയും ഹരിവാസര സമയത്തിൻ്റെയും വ്രതകഥയുടെയും വീഡിയോ അടുത്ത ദിവസം ഇടാം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗയിലെ 22-ാമത്തെ ശ്ലോകമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അർജുനൻ്റെ സംശയങ്ങളെല്ലാം ഭഗവാൻ ഓരോന്നോരോന്നായി തീർത്തു കൊടുക്കുകയാണ്. ഭഗവാൻ അർജുനനാണ് സംശയങ്ങൾ തീർക്കുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരുപാട് ചോദ്യങ്ങളുടെ, ഒരുപാട് സംശയങ്ങളുടെ ഉത്തരങ്ങൾ കൂടിയാണ് ഓരോ ദിവസത്തെ പഠനത്തിലൂടെ നമുക്ക് മാറിക്കിട്ടുന്നത്. ഭഗവത്ഗീത മുഴുവനും പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കും എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കുകയില്ല. തുടർച്ചയായി പഠിക്കുക. ഇനി നമുക്ക് 22-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. വാംസാസി ചീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. അർത്ഥം നമുക്ക് നോക്കാം. വാംസാസി അർത്ഥം വസ്ത്രങ്ങൾ എന്നാണ്. ജീർണാനി നമുക്കറിയാം, ജീർണിക്കുക. യഥാ എത്രത്തോളം. വിഹായ അർത്ഥം ഉപേക്ഷിക്കുക. നവാനി പുതിയത്. ഗൃഹ്ണാതി അർത്ഥം സ്വീകരിക്കുക. നരോ മനുഷ്യൻ. അപരാണി മറ്റുള്ളവർ. തഥാ അപ്രകാരം. ശരീരാണി അർത്ഥം ശരീരത്തെ. വിഹായ അർത്ഥം ഉപേക്ഷിക്കുക. ജീർണാനി അർത്ഥം ജീർണിച്ച. അന്യാനി മറ്റുള്ളവർ. സംയാതി പ്രവേശിക്കുന്നു. നവാനി പുതിയത്. ദേഹി സാക്ഷാത്കരിക്കുക. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യൻ പുതുവസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ജീർണ ശരീരങ്ങൾ ഉപേക്ഷിച്ച് പുതുശരീരങ്ങൾ സ്വീകരിക്കുന്നു. ആര് സ്വീകരിക്കുന്നു? ആത്മാവ്. ദേഹധാരിണിയായ ആത്മാവിനെ പറ്റിയിട്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? നമ്മുടെ ദേഹം മറയ്ക്കുന്നതിനാണ്. കീറി മുഷിഞ്ഞ വസ്ത്രം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കുവാൻ സാധിക്കുകയില്ല എന്ന് അറിയാവുന്ന മനുഷ്യൻ കീറിയ മുഷിഞ്ഞ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം തിരഞ്ഞെടുക്കും. അതുപോലെ ചില പ്രത്യേക സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവൻ ഒരു സ്ഥൂല ശരീരം സ്വീകരിക്കുന്നത്. ആ പ്രത്യേക സങ്കല്പങ്ങൾ നിറവേറ്റിയതിനു ശേഷം പുതിയ സങ്കല്പങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് ആ സ്ഥൂല ശരീരത്തെ, ആ താൽക്കാലികമായ ശരീരത്തെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അവസാനിച്ചതിനു ശേഷം പിന്നെ ഒരു കർമ്മവും ആ ശരീരത്തിനു ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. ആ അവസ്ഥയിൽ പിന്നെ ആ ശരീരം കൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന ജീവന് യാതൊരു പ്രയോജനവുമില്ല എന്ന് തോന്നുമ്പോൾ ആ ജീവൻ ആ സ്ഥൂല ശരീരത്തെ, ആ നശിക്കപ്പെടേണ്ടുന്നതായ ശരീരത്തെ ഉപേക്ഷിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ, സങ്കല്പങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് അതിനു പ്രാപ്തിയുള്ള മറ്റൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്യും എന്നാണ് ഇവിടെ ഭഗവാൻ പാർത്ഥനോട് പറയുന്നത്. അതായത് ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ
ദേഹനാശത്തെപ്പറ്റി ചിന്തിച്ചിട്ട് അർജുനൻ വിഷമിക്കണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ശ്ലോകവും സ്ഥൂല ശരീരത്തെ മാത്രം പരാമർശിച്ച് മുമ്പോട്ട് പോകുന്നതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം. അതുപോലെ ഒരു ജീവന് ഒരു ശരീരത്തിൽ പ്രവേശിച്ചതിനു ശേഷം ആ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ആ ശരീരത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ആ ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് എപ്പോൾ മാത്രമാണ്? മുക്തി ലഭിക്കുമ്പോൾ, മോക്ഷം ലഭിക്കുമ്പോൾ മാത്രമാണ് ഇനി മറ്റൊരു ദേഹത്തെ പ്രവേശിക്കേണ്ടതായിട്ടില്ല എന്ന് ആ ജീവന്, ആ ആത്മാവിന് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഹിന്ദുമത വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടുന്നത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം മോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ദുഷിച്ച ലോകത്തിൽ വീണ്ടും വീണ്ടും ജനിക്കാതിരിക്കുവാൻ സാധിക്കും എന്നുള്ളത് ഓരോ ഹിന്ദുമത വിശ്വാസിയും പഠിച്ചിരിക്കേണ്ടുന്നതാണ്. ഇവിടെ ഭഗവാൻ പാർത്ഥനോട് പറയുന്നുണ്ട്, നിനക്കൊരിക്കലും നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾക്ക് ഒരിക്കലും തന്നെ ആ ആത്മാവിനെ കേടുവരുത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ചോദ്യം ഇവിടെ വരും. ഇനി ഏതെങ്കിലും വസ്തുവിന് ആത്മാവിനെ കേടുവരുത്തുവാൻ സാധിക്കുമോ? ആയുധങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അതായത് ഒരു യുദ്ധത്തിൽ പാർത്ഥൻ യുദ്ധം ചെയ്യുന്നു, ആയുധങ്ങൾ ഉപയോഗിച്ച് ആ യുദ്ധത്തിൽ ശത്രുക്കളോട്, ബന്ധുക്കളോട് എതിരിടുമ്പോൾ ആ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിന് നാശം സംഭവിക്കുമ്പോൾ ആ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിന് മാത്രമേ നാശം സംഭവിക്കുകയുള്ളൂ, ആത്മാവിന് ഒരിക്കലും നാശം സംഭവിക്കുകയില്ല എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു സംശയം ഇവിടെ ഉണ്ടാകുന്നു. ആയുധങ്ങൾ കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇനി ആയുധങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിന് ആത്മാവിനെ കേടുവരുത്തുവാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഭഗവാൻ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഇന്ന് പഠിച്ച ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുക. മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുക, വൈകുണ്ഠപതിയായ ശ്രീഹരി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഭഗവാനാണ് മോക്ഷദായകൻ. അതുപോലെ ഏകാദശി വ്രതങ്ങൾ വിദ്യാവണ്ണം അനുഷ്ഠിക്കുക. അതുമാത്രമേ ഉള്ളൂ മോക്ഷത്തിന് ഒരു മാർഗം. കലിയുഗത്തിൽ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കുമല്ല പ്രാധാന്യമെന്നറിയുക. അഖണ്ഡ നാമജപത്തിനാണ് പ്രാധാന്യം എന്നുകൂടി അറിയുക. നാമം ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയം ഭഗവത്ഗീത പഠിക്കുന്നതിനായി മാറ്റിവെക്കുക. എല്ലാവരും നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.